നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് വയനാട് MP പ്രിയങ്ക ഗാന്ധി എത്തും. ജൂൺ 9, 10, 11 ദിവസങ്ങളിലൊന്നിലാകും പ്രിയങ്ക പ്രചാരണത്തിൽ എത്തുക. ഷിനോജ് SC വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. പ്രിയങ്ക ഗാന്ധി എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെത്താനാണോ സാധ്യത? വിശദ വിവരങ്ങൾ എങ്ങനെ, പ്രചാരണം എങ്ങനെ പോകുന്നു UDF-ന്റെ? മോത്തി UDF-ന്റെ പ്രചാരണം ഇനി ഒന്നുകൂടി കനക്കും, ആവേശമാക്കും. കാരണം പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയാണ്. ജൂൺ 9, 10, 11 തീയതികളിൽ ഈ 3 ദിവസങ്ങൾ മണ്ഡല പര്യടന ഭാഗമായി പ്രിയങ്ക ഗാന്ധി വയനാട് ഉണ്ടാകും. തന്റെ മണ്ഡലത്തിന്റെ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പ്രചാരണത്തിന് ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന വിവരമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നത് എന്ന് പറയുന്നത്. ഒരു ദിവസം പൂർണ്ണമായും പ്രിയങ്ക നിലമ്പൂരിലുണ്ടാകും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി സജീവമായി തന്നെ ഈ പ്രചാരണത്തിലൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും അങ്ങനെ കോൺഗ്രസ് ക്യാമ്പൊക്കെ തന്നെ വളരെ ആവേശത്തിലാണ്. അത് ഒപ്പം തന്നെ LDF-ഉം BJP-യും അൻവറും ഒക്കെ തന്നെ പ്രചാരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അൻവർ പ്രചാരണത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ന് മുതൽ അൻവർ പ്രചാരണത്തിൽ ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇലക്ഷൻ്റെ പൾസ് നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിലുള്ള ഒരു ഹോട്ടലിലാണ്. ഇലക്ഷനൊക്കെ ചൂടൊക്കെ എങ്ങനെയായി? ചൂടൊക്കെ രണ്ടു കൂട്ടർ ഉഷാറാണ്. സാധാരണ ഇവിടെ അതൊക്കെ എങ്ങനെയാ? പിന്നെ ഇലക്ഷൻ ഇവിടെ അൻവർ ഇപ്പോൾ പോളുണ്ടാക്കൂല, ഇനി കഴിയൂല. ഇപ്പോൾ 9 വർഷമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പോളുണ്ടാക്കാൻ അവനെ കൊണ്ട് കഴിയൂല. ആൾക്കാർക്ക് അവനെ മടുത്തു. സാധ്യത ഷോക്കത്തിനാണ്. ഇനിയിപ്പോൾ ഇവിടെ വികസനം വരുന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞാക്ക് കൊടുന്ന പിന്നെ വികസനങ്ങളാണുള്ളത്. ഇനിയിപ്പോൾ അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഷോക്കത്ത് വരണം. പ്രിയങ്ക വരുന്നുണ്ടെന്നാ പ്രചാരണത്തിൽ? വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തുന്നുണ്ട്. ഷോക്കത്തിനെ കഴിച്ച് പൊറാട്ടയും ചാപ്സും ഉണ്ട് ഇവിടെ. അതിനേക്കാളും ചൂടുണ്ട് ഇലക്ഷൻ ചൂട്. അതിനെക്കാട്ടും ചൂടുണ്ട്. എന്തായാലും ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ചൂടൊക്കെ ആയി. ചൂടായി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണത്തിന് ഊണിനൊപ്പം മീൻ അൺലിമിറ്റഡ് കൊടുക്കുന്ന കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഏക ഹോട്ടലായിരിക്കും ഈ ഹോട്ടൽ എന്ന് പറയുന്നത്. മീൻ എത്ര വേണം ഫ്രീ ആയിട്ട് നമുക്ക് കഴിക്കാം. അതാണ് ഈ ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോണിലാണോ? ഫോണില. ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് തന്നെയാണ്. ഈ ഒരു ഇലക്ഷൻ ചൂടിലെ അതിലാണ് അങ്ങനെ പോകുന്നത്. സാധ്യത ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഇലക്ഷന്റെ ചൂട്. പൊറോട്ടയ്ക്ക് ചൂട് കമ്മിയാണ്. സാധ്യത UDF ആണ് ഇവിടെ സാധ്യതയുള്ളത്. ചേട്ടാ, ഇലക്ഷനൊക്കെ ചൂടായോ? ചൂടായി. എങ്ങനെയാ സാധ്യതയൊക്കെ? പറയൂല. എന്തായാലും പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. എന്തായാലും നിലമ്പൂരിൽ ഇങ്ങനെ ഇലക്ഷന്റെ ചൂട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആ ചേട്ടൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ചൂടിനെ പറ്റി പറയാത്തത്. ഭക്ഷണ ചൂടിനെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഏതായാലും എല്ലാ മലയാളികളും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ്.